ഏറ്റവും അവസാനം ഒരു ഗോളിന് ജയിച്ച് മടങ്ങുമ്പോൾ പരാഗ്വെ ഗോൾ കീപ്പർ എംബാപ്പയ്ക്ക് കൈ കൊടുക്കാൻ ശ്രമിച്ചു. കളിയിലുടനീളം സകല ശാരീരിക ആക്രമണങ്ങളെയും തള്ളുകളെയും ഒക്കെ സംയമനത്തോടെ നേരിട്ട എംബാപ്പെ പരാഗ്വെ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലിനെ മൈൻഡ് പോലും ചെയ്തില്ല. മൂപ്പര് നടന്നുപോയി. ഒർലാൻഡോ ദേഷ്യം വന്ന് പന്തെടുത്ത ഒരറ്റേറ്. ഫിലാഡൽഫിയയിലെ ലിങ്കൺ ഫിനാൻഷ്യൽ ഫീൽഡിൽ നടന്ന മത്സരം ഈ ലോകകപ്പിൽ ഏറ്റവും ശാരീരിക സംഘർഷം നിറഞ്ഞതും ചൂടേറിയതുമായ മത്സരങ്ങളിൽ ഒന്നായിരുന്നു. നമസ്കാരം. പരാഗ്വെ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗിൽ എംബാപ്പയെ ബോളെടുത്തെറിയുന്ന ചിത്രമാണ്. ബോളെടുത്തിട്ട് ഒരറ്റേറ്. ഫ്രാൻസുമായുള്ള മത്സരത്തിൽ ഒരു ഗോളിന് പരാജയപ്പെട്ട് കളി അവസാനിപ്പിച്ചപ്പോൾ ഒർലാൻഡോ പന്തെടുത്തിട്ട് എറിയുന്ന ചിത്രമാണിത്. ഫ്രാൻസ് പരാഗ്വെ മത്സരം ഈ ലോകകപ്പ് കണ്ട ഏറ്റവും മോശം കളി എന്നതിനപ്പുറത്ത് ശാരീരിക ആക്രമണത്തിലൂടെ കളി ജയിക്കാനുള്ള പരാഗ്വെയുടെ മോശം ഫുട്ബോളിൻ്റെ പ്രതീകമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, കായിക ലോകം ഒക്കെ പരാഗ്വെയുടെ സമീപനത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള ഫ്രാൻസിനെ പിടിച്ചുകെട്ടാൻ പരാഗ്വെക്കായി എന്ന വിലയിരുത്തൽ ഒരു ഭാഗത്തുണ്ട്. അവർ ബസ് പാർക്ക് ചെയ്ത പോലെ പെനാൾട്ടി ബോക്സിന് ചുറ്റും ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് പരാഗ്വെ പ്രതിരോധ കോട്ട തീർത്തു എന്നുള്ളതൊക്കെ ശരിയാണ്. എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള ആക്രമണാത്മക ഫുട്ബോളിനെ പ്രതിരോധത്തിൻ്റെ ഭടന്മാരായി നിന്ന് ഗോളടിപ്പിക്കാതെ ഷൂട്ടൗട്ട് വരെ കൊണ്ടുപോയി പ്രീ ക്വാർട്ടറിലേക്ക് കടത്താനുള്ള ഒരു തന്ത്രമാണ് പരാഗ്വെ പയറ്റിയത്. ഒരു പരിധിവരെ അത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ കളിയിൽ ജർമ്മനിയിലെ കുരുക്കാല് ആക്കിയ അതേ തന്ത്രം ആക്രമണാത്മകമായ തിരിച്ചടി ശാരീരികമായി നടത്തുന്ന ഒരു തന്ത്രം കൂടി ഉൾപ്പെട്ടതാണ്. ഫ്രാൻസ് ആക്രമണാത്മക ഫുട്ബോൾ കളിക്കാൻ നോക്കിയപ്പോൾ പരാഗ്വെ ശരിക്കും ശാരീരിക ആക്രമണത്തിനാണ് മുൻതൂക്കം നൽകിയത്. ഏറ്റവും അവസാനം ഒരു ഗോളിന് ജയിച്ച് മടങ്ങുമ്പോൾ പരാഗ്വെ ഗോൾ കീപ്പർ എംബാപ്പയ്ക്ക് കൈ കൊടുക്കാൻ ശ്രമിച്ചു. കളിയിലുടനീളം സകല ശാരീരിക ആക്രമണങ്ങളെയും തള്ളുകളെയും ഒക്കെ സംയമനത്തോടെ നേരിട്ട എംബാപ്പെ പരാഗ്വെ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലിനെ മൈൻഡ് പോലും ചെയ്തില്ല. മൂപ്പര് നടന്നുപോയി. ഒർലാൻഡോ ദേഷ്യം വന്ന് പന്തെടുത്ത ഒരറ്റേറ്. ഫിലാഡൽഫിയയിലെ ലിങ്കൺ ഫിനാൻഷ്യൽ ഫീൽഡിൽ നടന്ന മത്സരം ഈ ലോകകപ്പിൽ ഏറ്റവും ശാരീരിക സംഘർഷം നിറഞ്ഞതും ചൂടേറിയതുമായ മത്സരങ്ങളിൽ ഒന്നായിരുന്നു. പരാഗ്വെയുടെ ആക്രമണാത്മകവും കടുത്തതുമായ സമീപനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എംബാപ്പെ തന്നെയായിരുന്നു. മത്സരത്തിലുടനീളം കഠിനമായ ടാക്കിളുകൾ, ശാരീരിക പ്രഹരങ്ങൾ, വാക്കേറ്റങ്ങൾ, പ്രകോപനാത്മകമായ വർത്തമാനങ്ങൾ ഇതൊക്കെ നേരിട്ടിട്ടും ഫ്രാൻസ് നായകൻ തൻ്റെ സമനില കൈവിട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യാപകമായി ഇപ്പോൾ പ്രശംസിക്കപ്പെടുകയാണ്. ഒടുവിൽ മത്സരത്തിൻ്റെ 70-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ വിജയഗോൾ നേടിയ എംബാപ്പെ അവസാന ചിരി ഫ്രാൻസിന് സമ്മാനിച്ചു. എന്നിട്ട് ആ ചിരി ചിരിച്ച് നടന്നു പോകുമ്പോഴാണ് ഇമാതിരി ചെയ്ത് ആ ഗോളി ഒർലാൻഡോ ഗിൽ ചെയ്തത്. അവസാന വിസിൽ മുഴങ്ങിയ ശേഷവും വിവാദം അവസാനിച്ചില്ല. പതിവ് പോലെ മത്സരശേഷം ഷെയ്ക്ക് ഹാൻഡിനായി താരങ്ങൾ നിരന്നു നിന്നപ്പോഴാണ് സംഭവം. ടെലിവിഷൻ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ പരാഗ്വെ ഗോൾ കീപ്പർ ഈ ഗിൽ എംബാപ്പയ്ക്ക് കൈ നീട്ടുന്നതും കാണാം. എന്നാൽ എംബാപ്പെ അത് കൊടുക്കാതെ സഹതാരങ്ങൾക്കും ആരാധകർക്കുമൊപ്പം വിജയം ആഘോഷിക്കാൻ പോകുന്നത് കാണാം. അതിൻ്റെ പിന്നാലാണ് എംബാപ്പയുടെ മേത്തേക്ക് പന്തെടുത്ത് ഒരറ്റേർ എറിഞ്ഞത്. പന്ത് ശരിക്കും എംബാപ്പയുടെ പുറത്ത് കൊണ്ടു. കളിച്ച് PSG വരെ കളിച്ച് മൊണോക്കോയിലും PSG-യിലും റയൽ മാഡ്രിഡിലും അടക്കം ലോകോത്തര കളി കളിച്ച എംബാപ്പെ ഇത് എന്താ ഈ കളീൻ്റെ ഒടുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അന്തിച്ചു പോയി. കാരണം നമ്മൾ നാട്ടിൽ ഈ കണ്ടത്തിലൊക്കെ കളിച്ച അവസാനം ദേഷ്യം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന പരിപാടിയാണ് അവിടെയും പരാഗ്വെ മൊത്തത്തിൽ കാണിച്ചത്. ഒടുവിൽ ഗോൾ കീപ്പറും കാണിച്ചത്. പന്ത് കിട്ടുന്നില്ലെങ്കിൽ ചവിട്ടിക്കൂട്ടുക, കാല് വെച്ചിടുക, മുഖത്തടിക്കുക, ഒടുക്കം എല്ലാം സഹിച്ച രോഷം അടക്കി പിടിച്ച് നടക്കുമ്പോൾ ഷെയ്ക്കാൻ കൊടുക്കാത്ത രോഷം പ്രകടിപ്പിക്കുന്നതിന് തിരിച്ച് പന്തുകൊണ്ട് എറിയുക. ഇതോടെ കളിക്കളത്തിൽ കൂട്ടത്തല്ലിൻ്റെ വക്ക് വരെ കാര്യങ്ങളെത്തി. ഒടുക്കം കോച്ച് ദിദിയൻ ദഷാംസ് നേരിട്ട് വന്ന് ഫ്രാൻസുകാരെ ശാന്തരാക്കി. ഒടുവിൽ അടിയില്ല. ബാക്കി ദേഷ്യത്തോടെ എല്ലാവരും പിരിഞ്ഞുപോയി. തൻ്റെ ചെയ്തിയെ പരാഗ്വെ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗിൽ പിന്നീട് മാധ്യമങ്ങളോട് ന്യായീകരിച്ചു. ഫ്രാൻസ് 1-1 ഗോളിന് വിജയിച്ച മത്സരത്തിന് ശേഷം എംബാപ്പയ്ക്ക് കൈ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത് അവഗണിച്ചപ്പോൾ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഗില്ല് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ ശ്രമിച്ചു, അദ്ദേഹം എന്നെ ശ്രദ്ധിക്കാതിരുന്നു, അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടാണ് പന്തെടുത്തെറിഞ്ഞത്. പിന്നെ ഞാൻ ശാന്തനായി, പന്തെടുത്ത് എറിഞ്ഞപ്പോൾ ശാന്തനായി എന്നാണ് ഈ സംഭവത്തിൽ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ എംബാപ്പെ ഏറുകൊണ്ടിട്ടും ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിച്ചില്ല. അത് വ്യാപകമായി പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നു. കളിയിൽ പരാഗ്വെ താരം ഡിയാഗോ ഗോമസ് ഡിസിറെ ദുവയെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പെനാൽറ്റി എംബാപ്പെ ഗോളാക്കി മാറ്റുകയും പരാഗ്വെയുടെ ഇമാതിരി കളിക്കൊടുവിൽ വിജയം അവർക്ക് ഫ്രാൻസിന് സ്വന്തമാവുകയും ചെയ്തത്. മത്സരത്തിൻ്റെ ചൂടുള്ള സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പരാഗ്വെ സ്വീകരിക്കാനിടയുള്ള ശാരീരികവും ആക്രമണാത്മകവുമായ തന്ത്രങ്ങൾക്ക് ഫ്രാൻസ് നേരത്തെ തന്നെ പ്രതിരോധിക്കാൻ തയ്യാറെടുത്തിരുന്നു എന്ന് എംബാപ്പയും ഈ ചാനലുകാരോട് പറയുന്നുണ്ട്. ഇത്തരം മത്സരമായിരിക്കും ഇതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ആവശ്യമെങ്കിൽ ഞങ്ങൾക്കും കടുത്ത രീതിയിൽ കളിക്കാൻ അറിയാം.
ഭംഗിയില്ലാത്ത പരുക്കൻ ഫുട്ബോൾ എങ്ങനെ കളിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇത് സ്റ്റൈലായി കളിക്കാൻ വരും എന്നായിരിക്കും അവർ കരുതിയത്. പക്ഷേ ഞങ്ങൾ പൂർണ്ണമായും തയ്യാറായിരുന്നു. പ്രതിരോധിച്ചുകൊണ്ട് ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിച്ചതെന്നും എംബാപ്പെ പറഞ്ഞു. ഏകദേശം 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന കൊടും ചൂടിലാണത്രേ മത്സരം നടന്നത്. ഇതിനിടെ നിരവധി തവണ സംഘർഷങ്ങൾ, വാക്കേറ്റങ്ങൾ, പ്രകോപനത്തിനുള്ള ശ്രമങ്ങൾ ഒക്കെ പരാഗ്വെ നടത്തുന്നുണ്ട്. എംബാപ്പയെ തുടർച്ചയായി ഫൗൾ. ഇതോടെ പലതവണ തർക്കങ്ങൾ രൂപപ്പെട്ടു. പരാഗ്വെ താരങ്ങളായ ആൻഡ്രസ് ക്യൂബാസ്, മത്തിയാസ് ഗലാർസ എന്നിവർ ഫ്രാൻസ് നായകനുമായി ഏറ്റുമുട്ടിയ പ്രധാന താരങ്ങളായിരുന്നു. പ്രത്യക്ഷത്തിൽ തന്നെ ദൃശ്യങ്ങൾ തന്നെ ഫൗളാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കളിക്ക് ആകപ്പാടെ ഒരു യെല്ലോ കാർഡ് മാത്രമാണ് പരാഗ്വെക്കെതിരെ കിട്ടിയത് എന്നത് റഫറിയുടെ ആത്മാർത്ഥത കൂടി വ്യക്തമാക്കുന്നതാണ്. ഫ്രാൻസ് പരിശീലകൻ ദിദിയർ ദെഷാംസ് പരാഗ്വെയുടെ കടുത്ത ശൈലിയും അതിശക്തമായ ചൂടും ടീമിന് വെല്ലുവിളിയായിരുന്നു എന്ന് പിന്നീട് സമ്മതിച്ചു. ഈ വിജയത്തോടെ ലോകകപ്പിൽ ഫ്രാൻസ് 5 മത്സരങ്ങളിൽ 5 ജയിച്ച് കുതിപ്പ് തുടരുകയാണ്. ഇതുവരെ അവർ 14 ഗോൾ നേടി. വെറും 2 ഗോളാണ് വഴങ്ങിയത്. പരാഗ്വെക്കെതിരായ ഈ കടുത്ത പരീക്ഷണത്തെ ദെഷാംസ് സ്വാഗതം ചെയ്തു. ഇതുവരെ ഞങ്ങൾക്ക് താരതമ്യേന എളുപ്പമുള്ള മത്സരങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഇതൊരു കഠിന മത്സരം ടീമിന് ലഭിച്ചത് നല്ല അനുഭവമാണ് എന്നാണ് ദെഷാംസ് പറയുന്നത്. ഈ വിജയത്തോടെ ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയെ നേരിടുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലേക്ക് എത്തിച്ചേർന്നു. 2018 നേടിയ ലോകകപ്പ് കിരീടം തിരിച്ചുപിടിക്കാനുള്ള അവരുടെ ശ്രമം തുടരും എന്നതാണ് ഇനി ശ്രദ്ധേയമായത്. മത്സരത്തിൽ കായിക ലോകം ചർച്ച ചെയ്യുന്ന എംബാപ്പയെ ലക്ഷ്യമിട്ട ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ്, വലിയ ചർച്ചയുമാണ്. പരാഗ്വെ താരം ജുവാൻ ജോസെ കാസറസ് പലതവണ എംബാപ്പയെ ഫൗൾ ചെയ്യുകയും ശരീരത്തിൽ ഇടിക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ഘട്ടത്തിൽ ഓഫ് ദ ബോൾ നിലയിലും എംബാപ്പയെ ചവിട്ടാൻ ശ്രമിച്ചതായി BBC പാനലിസ്റ്റുകൾ ചിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. ചിലർ അത് ചുവപ്പ് കാർഡിന് അർഹമായിരുന്നുവെന്നും പറയുന്നുണ്ട്. പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ചുവപ്പ് കാർഡ് കൊടുക്കേണ്ട ചെയ്തിയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ അതിന് റഫറി മൈൻഡ് ചെയ്തില്ല. പന്തില്ലാത്ത സമയത്ത് ഗലാർസ എംബാപ്പയെ ഇടിക്കുകയാണ് ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം ഇരു ടീമിലെയും താരങ്ങൾ വാക്കേറ്റമുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടായി. 70-ാം മിനിറ്റിൽ ഗുസ്താവോ ഗോമസ് ബോക്സിനുള്ളിൽ ദുബെയെ ഫൗൾ ചെയ്തതാണ് വേറൊന്ന്. വാർ പരിശോധനയ്ക്ക് ശേഷം പെനാൽറ്റി അനുവദിച്ചു. എംബാപ്പെ അത് ഗോളാക്കി മാറ്റി. അതാണ് മത്സരത്തിലെ ഏക ഗോള്, പിടിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഫൗള്. പരാഗ്വെ നേരത്തെ ഇവരുടെ ഇമാതിരി ശാരീരിക ആക്രമണത്തിൻ്റെ വഴിയുള്ള ഫുട്ബോളിൻ്റെ ശൈലിയുടെ പേരിൽ വിമർശനങ്ങൾക്ക് നിരന്തരം ഇരയായിട്ടുണ്ട്. പഴയകാലത്ത് ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ ദുഷ്പേര് ഇപ്പോൾ ബ്രസീലും അർജൻറ്റീനയും അടക്കം എല്ലാ ടീമുകളും കേളി ശൈലിയുടെ മികവ് കൊണ്ട് മാറ്റി എടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ അവശേഷിക്കുന്നത് പഴയകാലത്തെ ആ ആക്ഷേപം ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പരാഗ്വെ ആണ് ആ ശൈലി ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജർമ്മനിയുമായുള്ള മത്സരത്തിൻ്റെ സ്ഥിതിയും ഇത് തന്നെ. ജർമ്മനി അവരുടെ കെണിയിൽ വീണു. ഫ്രാൻസ് പക്ഷേ വീണില്ല. അവർക്ക് ജയിക്കണമായിരുന്നു. ജർമ്മനി തോറ്റ് പുറത്തുപോയി. ഷൂട്ടൗട്ട് വരെ നീണ്ടു. പരാഗ്വെയുടെ ശൈലിയുടെ പ്രത്യേകത അവർക്ക് അവരുടെ ഫൗളുകൾ പിടിക്കപ്പെടാതെ രക്ഷപ്പെടാൻ അറിയാം എന്നുള്ളതാണ്. ഫ്രാൻസുമായുള്ള മത്സരത്തിൽ തന്നെ വമ്പൻ വീഴ്ചകളുണ്ടായിട്ടും റഫറിയുടെ കണ്ണിലൊന്നും പെട്ടില്ല. ഒടുവിൽ വാർ പരിശോധനയിലൂടെ ഒരു പെനാൽറ്റി, പിന്നെ ഒരു കാസിമറയുടെ ഫൗളിനടക്കം ചുവപ്പ് കാർഡ് ലഭിക്കേണ്ട കുറ്റമുണ്ടായിട്ടും പിന്നെ ഒരു വെറും മഞ്ഞക്കാർഡ് മാത്രം. ഒടുവിലത്തെ കണക്കിലാകെ കിട്ടിയ സംഗതിയാണ്. പ്രകോപിപ്പിക്കുക, എതിരാളിയുടെ വീര്യം കളയുക, ഇതാണ് തന്ത്രം. എംബാപ്പെ തന്നെ വല്ലാതെ ക്ഷമിച്ചിട്ട് ഒടുവിലാണ് ഷെയ്ക്ക് ഹാൻഡിൽ നിൽക്കാതെ ഗോളിയോട് ദേഷ്യം പ്രകടിപ്പിച്ചത്. അതിനിടെ ഫ്രാൻസിനെതിരായി പരാഗ്വെയുടെ മുൻ ഗോളി ഷിലാവർട്ട് പറഞ്ഞ പരാമർശവും വിവാദമായി. ഫ്രാൻസ് ഒരു ആഫ്രിക്കൻ ടീമാണ് എന്നാണ് പറഞ്ഞത്. ഫ്രാൻസിലെ കറുത്ത വർഗ്ഗക്കാരായ കളിക്കാരെ ആക്ഷേപിക്കാൻ വേണ്ടി ആഫ്രിക്കൻ പരാമർശം നടത്തി എന്നതാണ് വിമർശനം. നേരത്തെയും ഇത്തരത്തിൽ ലോകപ്രശസ്തനായ ഗോളടിക്കുന്ന ഗോളി എന്ന് പേരറിയപ്പെടുന്ന ഷിലാവർട്ട് അധിക്ഷേപ പരാമർശങ്ങളുടെ വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളാണ്. എന്തായാലും ഫ്രാൻസിൻ്റെ ഏകപക്ഷീയമായ മുന്നേറ്റത്തിൽ പരാഗ്വെയുമായുള്ള കളി ആഘാതമായെങ്കിലും അവർക്കേറ്റ ശാരീരിക ആക്രമണങ്ങൾ പരക്കെ വിമർശിക്കപ്പെടുകയാണ്. ഇത്രയധികം പ്രകോപനം ഉണ്ടായിട്ടും ആ കെണിയിൽ വീഴാതെ പിടിച്ചു നിന്നതും വിജയിച്ചതും പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയതും ലോകമാകെ ചർച്ച ചെയ്യുന്നുണ്ട്. പരാഗ്വെയുടെ കളിയുടെ ശൈലി ലോകം തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇമാതിരി കളികൾ ഇനി ഉണ്ടാവോ എന്തോ കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.